ഇല്ല, പിണറായി വിജയൻ ഇനി അധികകാലം പിടിച്ചിരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ ലോക ചരിത്രത്തോട് നോക്കി നമുക്ക് കാണാൻ കഴിയും. 10, 25, 30 വർഷമൊക്കെ നിന്ന് ഒരു ഷൂ എന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഈ മനുഷ്യൻ മരിക്കാൻ അര സെക്കൻഡ്. ഇപ്പോൾ പിണറായി യുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ പരസ്യമായി യാദവ കുലം പോലെ തമ്മിൽ തല്ലും. എനിക്ക് തോന്നുന്നത് പിണറായിയോടൊപ്പം ഈ പാർട്ടിയും ചിലപ്പം അങ്ങ് അന്തർധാനം ചെയ്യാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അവിടെ ഞാൻ ചെന്നിരുന്നു. അപ്പോൾ CP അജിത് എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് VS ആരായിരുന്നു എന്ന് ചോദിച്ചു. എന്തോ പറ്റിയെന്നറിയാം നന്ദകുമാർ. എനിക്കൊരു 5 മിനിറ്റ് ഞാൻ പൊട്ടിക്കരയാൻ തോന്നി. ഇല്ല സാറേ, VS തിരിച്ചു വരും സാറേ. ഞാൻ നോക്കിയപ്പോൾ ഇതെന്താണ്, ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറഞ്ഞു. ഇല്ല സാർ, VS തിരിച്ചു വരും സാർ എന്ന് പറഞ്ഞാൽ ട്യൂബ് ഉൾപ്പെടെ ഇട്ട് കിടക്കുന്നൊരു മനുഷ്യനാണ് ഇപ്പം. ആ മനുഷ്യനും തിരിച്ചു വരും എന്ന് സാധാരണക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ അഡ്വാൻറ്റേജ് ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിലുള്ള ജനങ്ങളുടെ ഇടയിൽ, തൊഴിലാളികളുടെ ഇടയിൽ, CPM-ന്റെ പ്രവർത്തകരുടെ ഇടയിൽ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം VS മത്സരിക്കേണ്ടെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ ജനം പറഞ്ഞു പറ്റില്ല, മത്സരിക്കണം എന്ന് VS പറഞ്ഞു. അപ്പോൾ അതുപോലുള്ളൊരു പ്രവർത്തനത്തിൽ പങ്കാളിയായതിൻ്റെ ഒരു ഊർജം, ഒരു ശക്തി എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ശുഭാപ്തി വിശ്വാസം. നമസ്കാരം. പിണറായി യുഗത്തിന്റെ അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന വെളിപ്പെടുത്തലുമായി VS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാൻ. പിണറായിയുടെ അവസാനത്തോടെ യാദവകുലം പോലെ തമ്മിൽ തല്ലി ബാക്കി സഖാക്കളെല്ലാം ചാകുമെന്നും ഷാജഹാൻ പറയുന്നു. ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളുകൾ ഇപ്പോൾ പാർട്ടിയിലില്ല. എല്ലാവരും 150 വർഷത്തോളമെങ്കിലും പ്രായമായവരാണ്. അവർക്ക് എങ്ങനെ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ക്രൈം ഓൺലൈൻ ചാനലിന്റെ TPN എന്ന പുതിയ ചാനലിൽ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ TP നന്ദകുമാറിനോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത്. VS തനിക്കാരായിരുന്നു എന്ന ചോദ്യത്തോട് താൻ പൊട്ടിക്കരഞ്ഞ് പ്രതികരിച്ചത് എന്തിനാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. VS-ന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ്. എന്നിട്ടും സാധാരണക്കാർ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും VS-ന്റെ ശിഷ്യൻ എന്ന പരിഗണന തനിക്ക് ആലപ്പുഴയിൽ ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അത്രമാത്രം അച്യുതാനന്ദനുമായിട്ടുള്ള അങ്ങയുടെ ബന്ധവും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചുള്ള അറിവും അതേപോലെ രീതികളും ഈ ഇലക്ഷനിൽ താങ്കളിപ്പോൾ ഇലക്ഷൻ നിൽക്കാൻ പോകുമ്പോൾ പ്രയോജനപ്പെടുത്താൻ പറ്റും? സുമന, ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി അല്ലാതെ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് ഞാൻ ഇലക്ഷനിലേക്ക് വരാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വാട്ടർ ഷെഡ്, ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് VS അച്യുതാനന്ദനോടുള്ള 5 വർഷമാണ്. ഇനി VS അച്യുതാനന്ദനോട് ഉള്ള 5 വർഷം എൻ്റെ ജീവിതത്തിൽ പ്രധാനമാണെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരെ നടന്നിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിനു മുമ്പും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള IS ഗുലാത്തിയുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു. പ്ലാനിംഗ് ബോർഡിൽ ആ IS ഗുലാത്തിയെ 80കളിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറാക്കാൻ അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞാണ്. മൻമോഹൻ സിംഗ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഇയാളായിരുന്നു, അഡ്വൈസറായിരുന്നു. അത്രയ്ക്ക് വലിയൊരു അയാളുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു. അതിനു മുമ്പ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൽ എനിക്ക് MPhil പഠിക്കാൻ കഴിഞ്ഞു. ആ MPhil പഠിച്ച സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഈ ഓൾ ഇന്ത്യ എന്നാണ് 15 പേരെ സെലക്ട് ചെയ്യുന്നത്. അതിലാണ് ഒരാളായിട്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വേറെയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കൂട്ടത്തിൽ 2001-2006 കാലഘട്ടത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പ്രധാനം. ഒരുപക്ഷെ 2006-11 ഞാൻ ജോലി ചെയ്തിരുന്നെങ്കിൽ അത്രയും അറിയാമല്ലോ. അപ്പം അയാളെ ഏറ്റവും സക്രിയമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് അയാളോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായിരുന്നു. ഞാൻ ഇന്ന് ആരാണോ അതിൽ വലിയൊരു പങ്ക്, ഞാൻ പറഞ്ഞ എൻ്റെ മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക്, അവർക്കൊക്കെ വലിയ പങ്കുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ആൾ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലവഴിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇത് ഞാൻ എത്രമാത്രം ആ മനുഷ്യൻ എന്നെ സ്വാധീനിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയാവും. ഇയാൾക്ക് 100 വയസ്സായപ്പോഴത്തേക്കും, ഞാനത് ആദ്യമായിട്ടാണ് പുറത്ത് പറയുന്നത്, ഇയാൾക്ക് 100 വയസ്സ്, അച്യുതാനന്ദൻ 100 വയസ്സായപ്പോഴത്തേക്ക് എന്നെ ഏഷ്യാനെറ്റ് വിളിച്ചു. അവിടെ ഞാൻ ചെന്നിരുന്നു. അപ്പോൾ CP അജിത് എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് VS ആരായിരുന്നു എന്ന് ചോദിച്ചു. എന്തോ പറ്റിയെന്നറിയാം നന്ദകുമാറിന്. എനിക്കൊരു 5 മിനിറ്റ് ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാനപ്പം എനിക്ക് വൈകാരികമൊക്കെ ആയിട്ടുള്ള പലപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ഇതുപോലെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയ ഒരവസരം, അതുപോലെ ഞാനങ്ങ് കരഞ്ഞു പോവുകയാണ്. ഞാനെന്നിട്ട് അവസാനം ഇത് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ അവരോട് കാല് പിടിച്ചിരുന്നു, ദയവ് ചെയ്ത് നിങ്ങളിത് കൊടുക്കരുത്,
എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഞാൻ അപ്പോൾ അത്രയ്ക്കും മനസ്സിനെ ബാധിച്ചൊരു മനുഷ്യൻ, മനസ്സിലായോ? ഇപ്പോൾ ആ മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വി എസിനെ കാണണ്ട, ഇപ്പോഴത്തെ വി എസിനെ കാണണ്ട, എനിക്ക് പഴയ വി എസിനെ കണ്ടാൽ മതി, ഇപ്പോഴത്തെ വി എസിനെ കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഒരു ഹോട്ടലിൽ ചെന്ന് കയറി. അപ്പോൾ ആ ഹോട്ടലിലെ ഉടമ അവിടെ നിൽപ്പണ പറഞ്ഞു ഷാജാൻ സാറാണ്, വി എസിൻ്റെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. അപ്പം ഭാര്യ റിസപ്ഷനിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഉടനെ ഭാര്യ ആ സ്ത്രീ എന്നോട് ചോദിച്ചു, സാറേ വി എസിന് എങ്ങനെയുണ്ട് സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വി എസ് വളരെ മോശമാണ്, വി എസിൻ്റെ ആരോഗ്യാവസ്ഥ 100%. ഇല്ല സാറേ വി എസ് തിരിച്ചു വരും സാറേ. ഞാൻ നോക്കിയിട്ട് ഇതെന്താണ്, ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറഞ്ഞു. ഇല്ല സാർ വി എസ് തിരിച്ചു വരും സാർ എന്ന് പറഞ്ഞാൽ ട്യൂബ് ഉൾപ്പെടെ ഇട്ട് കിടക്കുന്നൊരു മനുഷ്യനാണിപ്പം. ആ മനുഷ്യനും തിരിച്ചു വരും എന്ന് സാധാരണക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നു എന്നെന്തോ പ്രതീക്ഷകളോട് ഇപ്പോഴും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അയാൾ രാഷ്ട്രീയം നിർത്തിയിട്ട് തന്നെ 4 വർഷം കഴിഞ്ഞു, മനസ്സിലായി. അപ്പോൾ അത് പോലുള്ളൊരു മനുഷ്യനോടൊപ്പം അയാളുടെ ഏറ്റവും നല്ല കാലത്ത് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് 1. 2, ഇന്ന് കേരളത്തിലെ മനുഷ്യർ 3 പ്രാവശ്യമെങ്കിലും അച്യുതാനന്ദനെ ഓർക്കും. ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക്, ഒന്ന് വൈകിട്ട് ഓർക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ അഡ്വാൻറ്റേജ് ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിലുള്ള ജനങ്ങളുടെ ഇടയിൽ, തൊഴിലാളികളുടെ ഇടയിൽ, CPMൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വി എസിൻ്റെ പാതയിൽ കൂടെയാണ് പോകുന്നത്. ഞാൻ വി എസുമായിട്ട് തരമേ ഞാൻ ആരുമല്ല. പക്ഷേ എന്നിൽ കൂടെ ആളുകൾ വി എസിനെ ചിലപ്പോൾ കണ്ടുകൂടായികയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും വി എസിൻ്റെ അതേപോലെ സമര പോരാട്ടം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. 100%. കാരണം ഇന്നിവിടെയുള്ളൊരു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ഒരു പോർമുഖങ്ങളും സന്ദർശിച്ചിട്ടില്ല എന്നെന്താ പറയുക. അപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നോക്കും, ഞാനൊരു 2 ഡസൻ പോർമുഖങ്ങളിലെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പോർമുഖത്തും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വി എസിൻ്റെ അടുത്ത് 100% കിട്ടിയെങ്കിൽ ഒരു 2% എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ആലപ്പുഴയിൽ വലിയ നേട്ടമായി മാറും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. അതായത് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രശ്നം ആകെ കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയൊരു മുന്നണി, അതായത് നമ്മുടെ കെജ്രിവാളിൻ്റെ പോലെ തന്നെ അദ്ദേഹം നേതൃത്വം കൊടുത്ത് കുതിച്ചു കയറി വന്ന ആം ആദ്മിയെ പോലെ ഒരു മുന്നണിക്ക് ജനങ്ങൾ റെഡിയായിരിക്കുന്നു എന്നുള്ളതല്ലേ താങ്കൾ പറയുന്നത്? എന്താ പറയുക, അതിൽ യാതൊരു സംശയമില്ല, 100%. അതിനേറ്റവും പറ്റിയ സാഹചര്യമാണ് ഇന്നുള്ളത്. അതെങ്ങനെ ഉരുത്തിരിയും, അതിനതിന് നേതൃത്വം കൊടുക്കുമെന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതിനേറ്റവും പാകമായി കിടക്കുന്നൊരു പൊതുമണ്ഡലമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത് ഓരോ ദിവസവും കൂടുതൽ പാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും അതിന് നേതൃത്വം കൊടുക്കാൻ രംഗത്ത് വന്നാൽ അയാൾ ചിലപ്പം എവിടെ എത്തുമെന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ നേതൃത്വം കൊടുക്കാൻ ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്ന KM ഷാജഹാൻ എല്ലാ തരത്തിലും വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ പ്രാക്ടിക്കലായിട്ട് അറിവുകൊണ്ടും നേരത്തെ പോരാട്ടം നടത്തി പരിചയമുള്ള വി എസിനോടൊപ്പമുള്ള പരിചയവും എല്ലാം നോക്കുമ്പോൾ അങ്ങ് തന്നെ ആയിരിക്കില്ലേ ആ നേതൃത്വത്തിൽ മുന്നിൽ നിന്ന് വരിക എന്നുള്ള? അല്ല നന്ദകുമാർ, ഞാൻ പറയുന്നത് ഇപ്പോൾ എന്നെ ഞാൻ വിലയിരുത്തിയാൽ അതെൻ്റെ ഒരു അവകാശവാദമാണ് മാത്രമേ. എന്നെ ഞാൻ വിലയിരുത്തി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിന് യോഗ്യനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനൊരു ഡിസർവിങ് ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. എന്നുവെച്ചാൽ വളരെ റെസ്ട്രെയിൻഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളങ്ങനെ ചോദിക്കുമ്പോൾ അതിന് പറ്റിയ ആൾ ഞാനാണ് അതിന് നേതൃത്വം, അങ്ങനെയൊന്നും എനിക്ക് അവകാശവാദമില്ല. പക്ഷേ അങ്ങനെ ആളുകൾ ഒരു 3-4 പേരെ പരിഗണിച്ചാൽ അതിലൊരാളായി വരാൻ ഉള്ള യോഗ്യത എനിക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എൻ്റെ ഒരു 10-25 വർഷത്തെ പൊതുപ്രവർത്തനത്തിലൂടെ ഞാൻ തപം ചെയ്തുണ്ടാക്കിയ ഒരു നേട്ടമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് പ്രതികരിക്കാൻ മാത്രമല്ല, ജനങ്ങൾ ആ അത്തരത്തിലുള്ള ആളുകളെ കൂർത്തിണക്കിക്കൊണ്ട് നേതൃത്വം നയിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണല്ലോ വി എസ് നയിച്ചത്. അതെ, അത് തന്നെയാണ് താങ്കൾ തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം വി എസ് ആണ്, ഞാനാണ്. പക്ഷേ അത് വി എസിനോട് ചെയ്തതിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അദ്ദേഹം ഒരു സമരമുഖത്ത് പോകുമ്പോൾ
ഇത്രമാത്രം സോഷ്യൽ മീഡിയ അത്ര ഡെവലപ്പ് ചെയ്തിരുന്നു. 2001, 2006 സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇന്ന് സോഷ്യൽ മീഡിയ ആണ് താരം. അപ്പോൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഷാജഹാൻ എന്ന് പറയുന്ന VSന്റെ മുൻ സെക്രട്ടറിയും അതേ പോരാട്ടം നയിക്കുകയും ചെയ്യുന്ന KM ഷാജഹാൻ ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം പോലെ ഇവിടെയും ഉണ്ടാക്കാൻ കഴിയില്ലേ? അല്ല, എന്ന് ഞാൻ എങ്ങനെയാണ് നന്ദകുമാർ എനിക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നന്ദകുമാരോട് പറയാം, ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. 1. 2, ഈ നടക്കാത്ത കാര്യങ്ങൾ നടത്തിക്കുന്നതിനാണ് ഈ ഗെയിം ചേഞ്ചിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു 100 വർഷമൊക്കെ നടക്കാത്ത കാര്യം പെട്ടെന്ന് പിന്നെ നടക്കില്ല, അതിനൊരു ഗെയിം ചേഞ്ചിങ്. അതുപോലൊരു ഗെയിം ചേഞ്ചിങ് എഫക്റ്റിൽ പങ്കാളിയായ ഒരാളാണ് ഞാൻ. എന്താണ്, VSലൂടെ ഞാൻ നിൽക്കുമ്പോൾ എന്നോട് ആൾ ചോദിക്കും, എടാ VSനെ കൊണ്ട് ഇതെങ്ങനെയാണ് കഴിയും? പാർട്ടി VSൻ്റെ കൂടെ ഇല്ല, പിണറായി വിജയൻ VSനെതിരെ, തോമസ് ഐസക് VSനെതിരെ, മറ്റേ യൂസഫ് അലി VSനെതിരെ, ഗൾഫാർ മുഹമ്മദ് അലി VSനെതിരെ, എല്ലാവരും VSനെതിരെ, പാർട്ടിയും VSനെതിരെ, പിന്നെ എങ്ങനെയാണ് VSന് മുഖ്യമന്ത്രിയാകാൻ പറ്റുക? അതൊരു സ്വാഭാവികമായ ചോദ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് VSനെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനത്തിൽ എനിക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞു. VS മത്സരിക്കേണ്ടെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ ജനം പറഞ്ഞു പറ്റില്ല, മത്സരിക്കണം എന്ന് VS പറഞ്ഞു. അപ്പോൾ അതുപോലുള്ളൊരു പ്രവർത്തനത്തിൽ പങ്കാളിയായതിൻ്റെ ഒരു ഊർജം, ഒരു ശക്തി എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും പറയാൻ ഞാനാളല്ല, പക്ഷേ എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. കേരളത്തിലെ പിണറായി വിജയനുമായി ഏറ്റുമുട്ടിയിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് VS ആയിരുന്നു. പോളിറ്റ് ബ്യൂറോ വരെ കംപ്ലൈൻറ്റ് അയച്ചു, അതിൻ്റെ പേരിൽ ധാരാളം ആയി. പക്ഷെ അതിന് പിന്നെ എല്ലാം ശക്തിയായി പ്രവർത്തിക്കുകയും അന്ന് മുതൽ ഇന്ന് വരെ പോരാട്ടം നടത്തുകയും പിണറായി വിജയൻ്റെ വിദ്വേഷത്തിനിരയാവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് താൻ. ഇപ്പോൾ അന്ന് ഇതുവരെ എടുത്തു നോക്കിയാൽ പല സന്ദർഭങ്ങളിലും പിണറായി വിജയൻ സംരക്ഷിക്കപ്പെടുകയും ഇന്നിപ്പോൾ അങ്ങനെയല്ല, പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. പിണറായി വിജയൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇല്ല, പിണറായി വിജയൻ ഇനി അധികകാലം പിടിച്ചിരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ ലോക ചരിത്രം എടുത്ത് നോക്കി നമുക്ക് കാണാൻ കഴിയും. 10, 25, 30 വർഷമൊക്കെ നിന്ന് ഒരു ഷൂ എന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഈ മനുഷ്യൻ മരിക്കാൻ 1/2 സെക്കൻഡ് മതി ഒന്ന് പൊട്ടിപ്പോകാൻ, അല്ലേ? ഇപ്പോൾ അവിടെ ഇരിക്കുന്ന നന്ദകുമാറിന് ഹൃദയാഘാതം ഉണ്ടായ നന്ദകുമാർ മരിച്ചു പോകും, മനസ്സിലായില്ലേ? ഞാനും ചിലപ്പോൾ ഇവിടെ കുഴഞ്ഞു വീണ് മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കൊണ്ടൊന്നും ആരും അഹങ്കരിക്കരുത്. ഇതിനൊന്നും അങ്ങനെ കൽപ്പാന്ത കാലത്തോളം നിലനിന്നൊന്നും പോവില്ല. എനിക്കിത് പിണറായി വിജയനെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ ഏതാണ്ട് ഒരു അവസാന റീല് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിടിച്ചു നിൽക്കലൊക്കെ ഇനി ഓരോ നിമിഷം കഴിയും തോറും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിണറായി യുഗം 1998 മുതൽ തുടങ്ങിയ പിണറായി യുഗം 2024 അവസാനിച്ച പോലും അത്ഭുതമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ യുഗം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ മരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ യുഗം അവസാനിച്ചു കൂടായില്ല. അവസാനിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ജയിലിലാവും, ശിക്ഷിക്കപ്പെടും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ പല ഓപ്ഷൻസ് ഉണ്ട്. 1 കേസും 2 കേസും 3 കേസും അല്ലല്ലോ. അല്ല പിന്നെ ഇപ്പം ജയിലിലാവുന്ന കാര്യം എന്നൊക്കെ പറയുന്നത്, പിണറായി വിജയൻ ജയിലിലാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന ആളുകൾ പിണറായി വിജയൻ ജയിലിലാവുന്ന പറയുമ്പോഴത്തേക്ക് ആവുമോ എന്ന് ചിന്തിക്കുന്നൊരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് നന്ദകുമാറിൻ്റെ എൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ അതിനകത്ത് പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ജയിലിലാകാമെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ജയിലിലായി കൂടാ? അവരെക്കാളൊക്കെ കൂടുതൽ തെളിവുകൾ പിണറായി വിജയനെതിരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിണറായി വിജയൻ ഒരു അപ്രമാദിത്വമുള്ള നേതാവല്ല. പിണറായി വിജയൻ യുഗം അവസാനിക്കാറായി. അത് പിണറായി വിജയൻ മരിക്കുമെന്നല്ല ഞാൻ അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ചാൾ മുമ്പ് ജനചാനലിൽ എന്തോ പങ്കെടുത്തപ്പോൾ ഉമ്മൻചാണ്ടിയുടെ എന്തോ മരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ വെച്ച് ചോദിച്ചു, ഇത് പിണറായി വിജയൻ്റെ വിലാപയാത്ര നടന്നാൽ അത് ഈ CPM-കാർക്ക് അങ്ങ് ഭയങ്കര വയലൻ്റായിട്ട് അവരെൻ്റെ കഴുത്തിലൊരു മാലയിട്ടിട്ട് ആദരാഞ്ജലി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ. അപ്പം ഞാനിങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞാൻ ചോദിച്ചതാണ്. അതുകൊണ്ട് പിണറായി മരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പിണറായി യുഗം ഏതാണ്ട് അതിൻ്റെ അവസാന റീല് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പിണറായി യുഗം അവസാനിക്കുമ്പോൾ പാർട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും? അത് വളരെ ദയനീയമായിരിക്കും. കാരണം എന്താണെന്നറിയോ എന്തോ പറയാം, എന്നുവെച്ചാൽ ഇന്നത്തെ ഈ പാർട്ടിയെ നയിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു ബോധവും പൊക്കണവും ഇല്ലാത്തവന്മാരാണ്. എന്നുവെച്ചാൽ ഒരു സെൻസും ഇല്ലാത്ത ആളുകൾ, 2 പട് കിളവന്മാരാണ്. അങ്ങനെ അല്ലാത്തവരും ചെറുപ്പക്കാരും അവർ കിളവന്മാരുടെ ബുദ്ധിയുള്ളവരാണ്. ഇപ്പോൾ P. രാജീവ്, അയാൾ ചെറുപ്പക്കാരനാണ്, പക്ഷേ അയാളെ നമുക്ക് ചെറുപ്പക്കാരനായിട്ട് ചിന്തിക്കാൻ പറ്റും. കാരണം അയാൾ മനസ്സുകൊണ്ടൊരു കിളവനാണ് അയാൾ. പിന്നെ ആകെപ്പാടെ എന്തെങ്കിലും വ്യത്യാസം എന്ന് പറയാനായിട്ട് വേണമെങ്കിൽ നമുക്ക് വല്ല
ബാലഗോപാലിനെയോ വല്ലതും കാണാം, പിന്നുള്ളത് മുഹമ്മദ് റിയാസാണ്. പക്ഷേ ഈ പാർട്ടിയെ നയിക്കുന്നവരെല്ലാവരും ഉണ്ടല്ലോ, അവരൊരു 100-150 വയസ്സിൻ്റെ മനസ്സുള്ള കുറേ പടുകിളവന്മാരും വയോവൃദ്ധന്മാരുമാണ്. അവർക്കൊന്നും ഈ CPM കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ പിണറായി യുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ പരസ്യമായി യാദവകുലം പോലെ തമ്മിത്തല്ലും. എനിക്ക് തോന്നുന്നത് പിണറായിയോടൊപ്പം ഈ പാർട്ടിയും ചിലപ്പം അങ്ങ് അന്തർധാനം ചെയ്യാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പുതിയ ഒരു സംവിധാനം ഇവിടെ, ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പോലൊരു സംവിധാനം ഇവിടെ ഉയർന്നു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. CPM ഇനിയിപ്പോൾ കേരളത്തിൽ ഒരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ്, ആലപ്പുഴയിൽ താങ്കൾ നിൽക്കുന്നത്, ഈ ലോക്സഭാ ഇലക്ഷൻ നിൽക്കുന്നത് അതിൻ്റെ ഒരു തുടക്കമായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എവിടുന്നെങ്കിലും ഇതിനൊരു തുടക്കം വേണമല്ലോ. മനസ്സിലായി? ആ തുടക്കം ഇത് അതിൻ്റെ അവസാനത്തിലേക്കുള്ളൊരു തുടക്കം ആയിക്കൂടാ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാർട്ടിയിലുള്ള ജീർണതകൾ എക്സ്പോസ് ചെയ്യാനും ഈ പാർട്ടിയിൽ വൃത്തികേടുകൾ നടക്കുന്നുണ്ട് എന്ന് പറയാനും ഇന്ന് കേരളത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാൾ ഞാനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും അതൊരു അവകാശവാദമായിരിക്കാം. അപ്പം അതുകൊണ്ട് അതങ്ങനെ ആയിക്കൂടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് പിണറായി വിജയൻ്റെ ഭരണകാലത്തും അതിന് മുമ്പും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു? അല്ല, പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പീഡനം എന്ന് പറയുന്നത് എന്നെ ജയിലിലാക്കിയതാണ്. ഒരു കാരണവുമില്ലാതെ എന്നെ 8 ദിവസം പിടിച്ച് ജയിലിലിട്ടു. ഈ 6-7 വർഷം കഴിഞ്ഞിട്ടും അതിന് കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. പിന്നെ എനിക്ക് സീഡിറ്റിൽ ജോലി കിട്ടിയത് അത് കളയാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ അയാൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പീഡനം എന്ന് പറയുന്നത് എന്നെ പിടിച്ച് ജയിലിലിട്ടു ഒരു കാരണമില്ലാതെ 8 ദിവസം എന്നുള്ളതാണ്. അത് മാത്രമേ എനിക്ക് അങ്ങനെ ഒരു പീഡനം എന്നുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പിണറായി വിജയൻ്റെ വിരോധം തന്നെയായിരുന്നില്ലേ കാരണം? അല്ല, അത് 100%ആണല്ലോ. അതിപ്പം അതിനകത്ത് തർക്കമൊന്നുമില്ല. പിണറായി വിജയൻ്റെ വിരോധം എന്നുള്ളതിനേക്കാൾ ഉപരി പിണറായി വിജയൻ്റെ വിരോധവും VS അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് രണ്ടും ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതെ 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 അത് നന്ദകുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതെ 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 ഷാജഹാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തു. അതെ 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 അത് 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 പ്രധാനമായിരുന്നു. കാരണം അവർ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ക്രൈമിന് വാർത്ത ചോർത്തി കൊടുത്തതിന്റെ പേരിലാണ് KM ഷാജഹാനെ പുറത്താക്കിയത് പറയുന്നത്. അത് സത്യമാണത്. അത് ആ നിലയിൽ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ, ക്രൂഡായിട്ടുള്ള മലയാളത്തിൽ പറഞ്ഞാൽ ആകെ മൊത്തം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇനി അധികകാലം ഇതിന് പിടിച്ചു നിൽക്കാൻ ഉള്ള സാധ്യത ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു CPM നിരീക്ഷകൻ എന്നുള്ളതിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കളിപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഇലക്ഷൻ നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമല്ല. മറുഭാഗത്ത് താങ്കൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ ചാനലുകളുടെയൊക്കെ വലിയ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ ഇലക്ഷനിലേക്കാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. അതത്ര ചെറിയ കാര്യമായിട്ട് കാണുന്നുണ്ട്? അല്ല, അത് ചെറിയ കാര്യമായിട്ടുള്ള, അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അവിടെയൊക്കെ നമുക്കുള്ള ഒരു ധൈര്യമെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണിന്ന്. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഈ കോർണർ യോഗങ്ങൾ, സ്ലിപ്പ് കൊടുക്കൽ, വിഗ്രഹ സന്ദർശനം, ഈ പരമ്പരാഗത രീതികളെല്ലാം ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി വല്ലാതെ മാറിക്കഴിഞ്ഞു. അപ്പോൾ മുഖ്യധാര പാർട്ടികൾ തന്നെ ഇപ്പോൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അവിടെ എനിക്ക് വലിയ തോതിലുള്ളൊരു സാന്നിധ്യം ഇപ്പം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശക്തികൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടും നമ്മുടെ വീഴ്ചകൾ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടുമുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അത് വിജയിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് മറികടക്കാൻ കഴിയാത്ത പരിമിതികളുണ്ടല്ലോ, പണത്തിൻ്റെ പരിമിതി അല്ലെങ്കിൽ പ്രവർത്തകരുടെ പരിമിതി, അതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ കേരളത്തിലുള്ള 100 കണക്കിന് സമര സംഘടനകളുണ്ട്. അവരെല്ലാവരും കൂടെ ആലപ്പുഴയിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? അവരെല്ലാവരും വരണമെന്നല്ല, പക്ഷേ ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ പിന്നെ തോട്ടപ്പള്ളി സെറ്റുകാരുണ്ട്, മത്സ്യത്തൊഴിലാളികൾ ഉണ്ട്. കേരളത്തിൽ ഒരുപാട് ചെറിയ വലുതായിട്ടുള്ള സമരസംഘങ്ങളുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ പിന്നെ നമുക്ക് ചുറ്റും ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ചാൽ അതൊക്കെ ഒരു വലിയ സംഭവമായിരിക്കും. അതുകൊണ്ട് അതൊന്നും നമുക്ക് പിന്നെ നടക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു ആത്മവിശ്വാസം ഉണ്ട്. താങ്കൾ പല മേഖലകളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു.
താങ്കൾ അഡ്വക്കേറ്റായിട്ടും പ്രവർത്തിച്ചു കഴിഞ്ഞു. ഏത് മേഖലയാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല? ഇല്ല, നന്ദകുമാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുറന്നു പറയാം, എനിക്ക് അഭിഭാഷക വൃത്തി എന്ന് പറയുന്നത് കഴിഞ്ഞ എൻ്റെ 2 വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ തോതിൽ എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് ആകെപ്പാടെയുള്ളൊരു പ്രശ്നം അഭിഭാഷക മേഖലയുമായിട്ടുള്ളതിൽ ഈ ദുരിതപൂർണമായിട്ടുള്ള യാത്ര, അതാണ് എനിക്ക് പ്രശ്നം. പക്ഷേ കോടതിയിൽ ഞാൻ ഒരു സാന്നിധ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് ഹൈക്കോടതി മുതൽ മുനിസിപ്പൽ കോടതി വരെയുള്ള അനുഭവം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഭിഭാഷക വൃത്തിയുടെ രംഗത്ത് നിന്നിരുന്നെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലെ ഏറ്റവും നല്ല വക്കീലന്മാരിൽ ഒരാളായി മാറുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ, ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ, നമ്മുടെ ശരീരത്തിൽ രാഷ്ട്രീയമാണുള്ളത് കൊണ്ട് ആ രാഷ്ട്രീയം വിട്ട് ഇപ്പം തന്നെ സത്യത്തിൽ ഇപ്പോൾ ഈ പൊതുപ്രവർത്തനം നടത്തുന്നതുകൊണ്ട് എൻ്റെ ഈ വക്കീൽ മേഖലയിലൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പല കേസുകളും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. പക്ഷേ രാഷ്ട്രീയം നമുക്ക്, കാരണം വെച്ചാൽ ആളുകൾക്ക് ഇത്രയും ദുരിതമൊക്കെ അനുഭവിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ, നമുക്കൊരു ശീലമായി പോയി, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ കൊണ്ടുപോകണം, സമാന്തരമായി വെച്ചാൽ പരസ്പര പൂരകമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്. താങ്കളെ സ്വപ്ന സുരേഷ് പുറത്തു കൊണ്ടുവന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ആ കേസിൻ്റെ സ്ഥിതി എന്തായിത്തീരും? അല്ല, എന്താ പറയുക, എനിക്ക് പലതരത്തിലുള്ള പരിമിതികൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നല്ലപോലെ ഞാൻ ബാധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ കേസ് തള്ളിപ്പോയി. പക്ഷേ ആ കേസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ പ്രവർത്തനത്തിൽ പലപ്പോഴും എനിക്ക് പല പരിമിതികളുണ്ടായിട്ടുണ്ട്. എനിക്കത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പല കേസുകളും പുതിയതായി ഫയൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ദൈനംദിനം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ. എൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയാണ് സാറിൻ്റെ വക്കീൽ ഓഫീസ് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ചെയ്തു വരും. കാരണം എനിക്ക് വക്കീൽ ഓഫീസ് ഇല്ല, ഞാൻ വീട്ടിലാണെന്ന് പറയും. എനിക്കൊരു അസിസ്റ്റൻറ്റ് പോലും ഇല്ല, എനിക്കൊരു ഒന്നുമില്ല, എല്ലാം ഞാൻ തന്നെത്താനാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട്. അതിലെനിക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയാണ് ഇപ്പോൾ നന്ദകുമാർ ചൂണ്ടിക്കാണിച്ച ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മനസ്സിലായി. അപ്പോൾ അതുപോലെ പല കേസുകളും എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എന്നെ കൊണ്ടത് പറ്റുന്നില്ല. ഒരു പക്ഷേ നാളെ കഴിഞ്ഞു ഇപ്പോൾ പയ്യെ എൻ്റെ കാര്യങ്ങൾ എന്നോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് നാളെ കഴിഞ്ഞു ചിലപ്പോൾ എനിക്കത് കഴിയുമായിരിക്കും എന്നുള്ള ഒരു ശുഭാപ്തി. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി.